മോളെ എൻജോയ് ചെയ്യ്, പക്ഷേ കെയർഫുൾ ആയിട്ട് പോകും. ഓക്കേ? നീലാത്തോണ്ട് ഭയങ്കര ബോറടിക്കുന്നെടി. I really miss you. I too miss you ഡാ. Bye. Bye ചക്കരേ. മോളെ ഇനിയെങ്കിലും ഒന്ന് കിടക്കാമോ? മതി നിന്റെ ലവ് സ്റ്റോറിയൊക്കെ. ആരെ ഈ സമയത്ത് വാതിലിൽ മുട്ടുന്നേ? ശോ. ഉറങ്ങാൻ സമ്മതിക്കില്ലെന്ന് തോന്നുന്നേ. എന്താ രാമു? മാഡം നിങ്ങൾ ചോദിച്ചെല്ലാം വാങ്ങിച്ചിട്ട് വന്നു ആണോ? മാഡം. ശരി, ഫ്രിഡ്ജിൽ വെച്ചോളൂ, ഞങ്ങള് പിന്നെ എടുത്തോളാം. ആ ഓക്കെ മാഡം. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാവേ. താങ്ക് യു. മാഡം അനിയൻ ഇപ്പൊ വരും. ഞാൻ അവന്റെ കൂടെ വീട്ടിൽ പോവാണ്. ശരി, നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണേ. ഓക്കെ. ഞാൻ പുറത്ത് ഡോർ ലോക്ക് ചെയ്തിട്ട് പോകാം. നിങ്ങൾ ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ് മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പോയിക്കോ. ഓക്കെ രാമു. എന്നാ ശരി മാം. Cheers. ഓ എടി, എന്തോ നാടി ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ കുടിക്കുന്നേ? എന്തുവാടി നീ? എടി, ഫോൾസിൽ കുളിക്കാൻ വിളിച്ചപ്പോഴും വന്നില്ല, മദ്യമിക്കാൻ പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. എന്തുവാടി ഇത്? അവൾ അങ്ങനെയാടി, അവൾ വേസ്റ്റാ. നീ കുടിക്ക്. എടി, എന്താടി ഇതൊക്കെ? എന്തൊരു വെള്ളോടിയാ. ഒരു ഗ്യാപ്പ് ഒക്കെ ഒന്ന് കൊടുക്കടി. ഇന്നലെ ഈ ബിയർ കുടിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്ന് ഫോൾസിൽ പോയി കുളിക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഹാ? നിനക്കിതൊന്നും അറിയില്ലടി. ഇതിലുള്ള കിക്ക് വേറെ അടി. ഇവൾക്കേ ഈ കിക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ ആ കിക്ക് എന്തുവാടി പറയുന്നേ? എന്ത് കിക്ക്? എന്തുവാടി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു. അടുത്ത ആഴ്ച ഈ സമയത്ത് നീ എവിടെ ഉണ്ടാവും? ഓർത്തു നോക്ക്. ഒത്തിരി ബുദ്ധിമുട്ടണ്ട. നിന്റെ ഹസ്ബൻഡ് ഒപ്പം ഫസ്റ്റ് നൈറ്റ് റൂമിലുണ്ടാവില്ലേ? ഒന്ന് പോടി. എന്തുവാടി നാണിക്കുന്നു? ഈ കറക്കത്തിനേക്കാളും ആ കറക്കം. ശോ. നിനക്കെന്താടി ദിവ്യ ഇത്രയും ഡള്ളായല്ലോ? ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോ എനിക്കുണ്ടായ ഒരു സംഭവം ഓർമ്മ വരുന്നു. എന്താടി? ഞാൻ യുഎസിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ടീം പ്രോജക്റ്റിന് സക്സസ്ഫുൾ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാരും ചേർന്ന് വെള്ളം അടിച്ചു. 2 റൗണ്ട് പോയി. അതിനുശേഷം എന്റെ സീനിയർ മാനേജർ അരുൺ എന്നൊരാള് ഡാൻസ് കളിക്കാൻ വിളിച്ചു. ഞാൻ പോയി. കളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ ഷോൾഡറിൽ കൈവച്ചിടി. എനിക്ക് എന്തോ പോലെ തോന്നി. അത് ഞാൻ ഫ്രണ്ട്ലി എടുത്തിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ ഹിപ്പില് കൈവച്ചു. ശരി, ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് കൈ വെച്ചാണെന്ന് കരുതി ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അതവൻ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ലിമിറ്റ് ക്രോസ് ചെയ്ത് തൊടാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ അവൻ കൈവച്ച്. എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യത്തില് അവനെ അടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ആ ജോബ് ഞാൻ റിസൈൻ ചെയ്തു. വേറെ ജോലിക്ക് ജോയിൻ ചെയ്ത് ഇപ്പൊ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിനക്കെങ്കിലും കുഴപ്പമില്ല ദിവ്യ. നീ ജോലി ചെയ്യാൻ പോയ സ്ഥലത്തിൽ ഒരാൾ അവിടെ നിന്നെ ഉപദ്രവിച്ചു. നിനക്കൊരു ജോലി ഉണ്ടായിരുന്നു, ബുദ്ധിയുള്ള പ്രായവുമായിരുന്നു. ജോലിയിൽ നന്നായി ശമ്പളം മേടിക്കുന്നതുകൊണ്ട് നീ അങ്ങ് ധൈര്യമായി ഫേസ് ചെയ്തു. പക്ഷേ എനിക്ക് നടന്ന ആ സംഭവം ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാ. ഞങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വാദ്യാര് ചെയ്തതാ. അയ്യോ, എന്താടി പറയുന്നേ?
സ്കൂളിൽ പഠിക്കുമ്പോഴോ? അതേടി, എനിക്ക് നേരിട്ട് അവനെ ഫേസ് ചെയ്യാനും കഴിഞ്ഞില്ല. അച്ഛനോടും അമ്മയോടും പറയാനും പറ്റിയില്ല. ഈ കാര്യം അറിഞ്ഞ എന്നെ ചിലപ്പോ സ്കൂളിൽ തന്നെ അയക്കില്ല എന്ന് പേടിച്ച് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആ വാദ്യാര് എന്താടി ചെയ്തേ? എങ്ങനെ നീ മാനേജ് ചെയ്തു? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റിലാണ്. അവിടെയുള്ള യൂണിഫോം എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ. ലോ നെക്ക് ഷർട്ട്, ഷോർട്ട് സ്കേർട്ട്. ഞാൻ അന്ന് ഫസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നത്. ഞങ്ങളുടെ വാദ്യാർ ആ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ പിന്നെ എന്തെങ്കിലും താഴെ ഇട്ട് അതെടുക്കാന്ന് പേരും പറഞ്ഞ് കുനിഞ്ഞു നോക്കും. അങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോഴൊക്കെ അവന്റെ നോട്ടം മുഴുവനും ഞങ്ങളുടെ ഭാഗത്തേക്ക് മാത്രമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ല. പിന്നെയാ ഞങ്ങൾ അറിഞ്ഞത് അവന്റെ ആ നോട്ടം വൃത്തികേടായിരുന്നു. അവൻ ക്ലാസ്സിലുണ്ടാവുമ്പോൾ എപ്പോഴും എന്റെ അടുത്ത് വന്ന് നിന്ന് എന്തെങ്കിലും ഒന്ന് താഴെ ഇടും. എന്നിട്ട് എന്നെ കുനിഞ്ഞെടുക്കാൻ പറയും. ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ കുനിഞ്ഞെടുക്കുമ്പോഴാ പെട്ടെന്ന് അവനെ കണ്ടത്. അവന്റെ ആ നോട്ടം. എടി കരയല്ലേ? കരയിലടി. ഇപ്പൊ ആലോചിച്ച് നോക്കിയാലും എനിക്ക് അത്രയ്ക്കും ദേഷ്യം വരുന്നു. അവന്റെ സബ്ജക്റ്റിന്റെ ക്ലാസ് ടെസ്റ്റില് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്നെ ലാബിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും വൈകുന്നേരം ചെന്നു. അവൻ എനിക്ക് അഡ്വൈസ് തരുവാന്ന് പറഞ്ഞ് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് ഒത്തിരി കരച്ചലാ വന്നത്. കരയിലടി. അപ്പോഴാ എന്റെ അമ്മൂമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്നും സ്കൂളില് അനൗൺസ്മെന്റ് ചെയ്തത്. ദൈവം സഹായിച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതാ. അതിനുശേഷം 1 വീക്കില് ഞങ്ങൾക്ക് എക്സാംസ് തുടങ്ങി. എക്സാം കഴിഞ്ഞ ലീവും വിട്ടു. ആ പ്രശ്നം അങ്ങനെ തന്നെ പോയി. ഈ വാദ്യാർമാരൊക്കെ ഇത്തരം തെണ്ടിത്തരം കാണിക്കുവോ? എടി എന്ന് വെച്ച് എല്ലാ ടീച്ചേഴ്സിനെ അങ്ങനെ പറയല്ലേ. നിന്റെ ലൈഫില് ഒരു ടീച്ചർ തെറ്റിയിരിക്കാം. എന്നാ എന്റെ ലൈഫില് എന്നെ രക്ഷപ്പെടുത്തിയത് തന്നെ ആ ഒരു ടീച്ചറാണ്. നിനക്കെന്താ സംഭവിച്ചത്? എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാ. ഞങ്ങളുടെ നാട്ടിലെ ഉത്സവ സമയമായിരുന്നു. സ്കൂളൊക്കെ ലോക്കൽ ലീവാണെന്ന് പറഞ്ഞ ഹോളിഡേ തന്നിരുന്നു. പതിവ് പോലെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി. വീട്ടില് ഞാൻ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴായിരുന്നു എന്റെ മാമൻ അമ്മയോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയെന്ന് കേട്ടപ്പോ അങ്ങനെ പോകുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ പോവാണ്ട് അമ്മ തിരിച്ചു വന്നിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു. രാത്രി മുഴുവനും പണിയെടുത്തിട്ട് നല്ല ടയേർഡാണെന്നും പറഞ്ഞ് ഹാളിലുള്ള സോഫയില് ഷർട്ടൊക്കെ അഴിച്ചിട്ട് കിടന്നു. എന്നിട്ട് എന്നോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ എക്സാമിനോട് പഠിച്ചോണ്ടിരിക്കാന്ന് അങ്ങേരോട് പറഞ്ഞു. ഓ നിനക്ക് പരീക്ഷയാണല്ലേ, നീ പഠിച്ചോന്നും പറഞ്ഞ് അങ്ങേര് പോവുകയും ചെയ്തു. ഞാൻ ബെഡ്റൂമിൽ പഠിച്ചോണ്ടിരിക്കായിരുന്നു. എപ്പോഴാ ഉറങ്ങിപ്പോയെന്ന് ഞാൻ ഓർക്കുന്നില്ല. പെട്ടെന്നെന്തോ ഒരു വല്ലായ്മ പോലെ കണ്ണു തുറന്നു നോക്കിയപ്പോ അങ്ങേര് എന്റെ തൊട്ടടുത്ത് കിടക്കുമായിരുന്നു. എന്താടി പറയുന്നേ? ഞാനാകെ വല്ലാണ്ടായി.